വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കേസിൽ പ്രതി ചേർക്കപ്പെട്ട സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ ഇന്ന് പൂർത്തിയാകും. ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ MLAയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടും. ഇന്നലെ IC ബാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. രതീഷ് വാസ്തവനോട് വിശദാംശങ്ങളുമായി. രതീഷ്, ഇന്നത്തെ നടപടികൾ എന്തൊക്കെയാണ്? അതിന് 3 ദിവസമായി IC ബാലകൃഷ്ണൻ MLA പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനിടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഓഫീസിലും ഒക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു. എന്നാൽ അത്തരത്തിൽ രേഖകളൊന്നും തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടില്ല. എന്തായാലും വലിയ വിവാദത്തിനൊടുവിലാണ് പ്രതി ചേർക്കപ്പെട്ട MLA ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. മുൻകൂർ ജാമ്യത്തിലാണ് 3 കോൺഗ്രസ് നേതാക്കളായ ND അപ്പച്ചൻ, KK ഗോപിനാഥ്, അതോടൊപ്പം തന്നെ ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ ഇത്തരത്തിൽ പ്രതി ചേർക്കപ്പെട്ട് മുൻകൂർ ജാമ്യമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റു നടപടികൾ അന്വേഷണ സംഘം വിവിധ രീതിയിൽ പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ആളുകൾ ഇത് സംബന്ധിച്ച് പ്രതി ചേർക്കാനുള്ള നടപടികളുണ്ട്. കൂടുതൽ സാമ്പത്തിക അഴിമതിയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നെന്മേനി സ്വദേശി ഐസക് ഇതുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്ക് പണം NM വിജയൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും ആ പരാതി ഉൾപ്പെടെ 4 പരാതികളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. എന്തായാലും അത്തരത്തിൽ പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇന്ന് IC ബാലകൃഷ്ണൻ MLAയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവുന്നത്. പൂർത്തിയായ ശേഷം അദ്ദേഹത്തിന് സ്വാഭാവികമായും ജാമ്യത്തിൽ വിടാനാണ് സാധ്യത. എന്തായാലും വലിയ വിവാദമായി കോൺഗ്രസിനൊക്കെ വലിയ തലവേദനയായ ഒരു വലിയ കേസ് എന്ന നിലയിൽ തന്നെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായിരുന്നു ജില്ലയിൽ. സുധാകരൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം NM വിജയൻ്റെ വീട്ടിലെത്തി വീട്ടുകാരോട് സംസാരിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം നടത്തുകയുണ്ടായി. എന്തായാലും വയനാട്ടിലെ DCC പാർട്ടിക്ക് വീഴ്ചയുണ്ടായി എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് KPCC പ്രസിഡന്റ് വയനാട്ടിലെത്തിയതെന്നും പ്രസക്തമാണ്. എന്തായാലും ഇപ്പോൾ 3 കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം ചെയ്യലും ഇന്ന് പൂർത്തിയാകും. ഏറ്റവും ഒടുവിൽ MLA IC ബാലകൃഷ്ണനാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുന്നത്. ആതിര. ശരി, രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്.